വിജേഷ് വി ആരാന്തോ ആ വി മാത്രമേ ഉള്ളൂ, വിജയുടെ വി ആയിരിക്കും. സിനിമയിലെ പോലെ ചാടി ഇറങ്ങുമെന്നൊന്നും ആരും വിചാരിക്കാറില്ല. എത്ര വലിയ ഫാനാണെങ്കിലും ഉള്ളിലെ ഹെയ്റ്റ് തുപ്പല്ലേ മോനെ. ശരി, ജീവിതത്തിൻ്റെ അർത്ഥം ജീവിക്കുക എന്നാണ്. ഓശോ തോറ്റു ഇതിൻ്റെ മുമ്പിൽ. അമ്മാതിരി പിലാചപ്പി. എന്തായിരുന്നാലും അതിന് പ്രത്യേകിച്ച് റെഫറൻസ് ഒന്നുമില്ല. ഉപദേശിക്കുന്നത് കണ്ടാൽ തോന്നും പലവട്ടം ജീവിച്ച് മരിച്ച എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന്. വീണ്ടും പിലാചപ്പി, ജഗതി പറയണ പോലെ. വിജയ് ഏത് ഹോട്ടലിലാണ് തമിഴ്നാട്ടിൽ റൂം എടുത്ത് നിൽക്കാൻ കഴിയുക? എവിടെ നിന്നാലും ഫാൻസ് കാണാൻ വരും. പിന്നെ സംഭവ സ്ഥലത്ത് നിന്നാൽ കൂടുതൽ തിരക്കല്ലേ ഉണ്ടാവുക. ആളുകൾ പിരിഞ്ഞു പോവില്ലല്ലോ. ബോധം ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആക്കിയിട്ടാണോ പ്രസൻറ്റ് ചെയ്യുന്നത് എന്നാണ് അണ്ണൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ഹോട്ടലിൽ വിജയ് റൂം എടുത്തു കഴിഞ്ഞാലും അവിടെ ആൾ കൂടുമെന്നാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത വേട്ടാവളിയന്മാരൊക്കെ എന്തിനടാ വരുന്നത്? വിജയ് ഏത് ഹോട്ടലിൽ മുറിയെടുത്താലും ഈ ആൾക്കാർ കാണാൻ വരും. അവിടെ 10 പേര് മരിക്കുമെന്നാണ് പറയുന്നത്. ചെന്നൈയിൽ ഇപ്പോൾ ഒരു പ്രളയം വന്നു, അണ്ണൻ മുഖ്യമന്ത്രി, അണ്ണൻ എന്ത് ചെയ്യും? ലണ്ടനിൽ പോയിരിക്കുമോ? എന്നിട്ട് അണ്ണൻ അവിടെ നിന്ന് നിർദ്ദേശം കൊടുക്കുമോ? നിർദ്ദേശം കൊടുത്തിട്ട് അണ്ണൻ പറയും ഞാൻ ഇപ്പം അവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാല് നനയും, അല്ലെങ്കിൽ എനിക്ക് വട്ടച്ചൊറി വരും, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ ജനങ്ങൾ ഇപ്പോൾ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങി നീന്തി എൻ്റെ അടുത്തോട്ട് വരും. അങ്ങനെയാണെങ്കിൽ കുറേ എണ്ണം മുങ്ങിച്ചാവും. അതിൻ്റെ ഉത്തരവാദിത്തമൊക്കെ എനിക്ക് ഏറ്റെടുക്കേണ്ടി വരില്ല. ചില്ലും കൂട്ടിയിരുന്ന് ഭരിക്കൂടാ. എവിടെ നിന്ന് വരണടാ അവനൊക്കെ പിടിച്ചോണ്ട് പോടാ എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അങ്ങനെ കുറേ വേട്ടാവളിയന്മാർ.